ഹലോ ചക്കരകളെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു മോര് കാച്ചാൻ പോകുമോ. എന്തൊക്കെയാ മോര് കാച്ചുമ്പോൾ ഇടുന്നതെന്ന് അറിയാമോ? ഞാൻ ആദ്യം തന്നെ ഈ മുളകും ഉലുവയും പൊടിച്ച് വെച്ചേക്കും. അല്ല, നല്ല ജീരകവും ഈ ഉലുവയും കൂടെ എപ്പോഴും ഇച്ചിരി പൊടിച്ച് വെച്ചേക്കും. ഇത് സാമ്പാറിനകത്തും നമ്മൾ മോര് കാച്ചിനകത്തൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. ആ മോര് കാച്ചി എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടേ ഇച്ചിരി മോര് കാച്ചി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇട്ടൊന്ന് ഇളക്കി വെച്ചേക്കണം. നല്ല സൂപ്പർ ആയിരിക്കും. ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചേക്കും. കണ്ട, ഇത് ഈ ചട്ടി ഇങ്ങനെ ഇതൊക്കെ പോയതാണ്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ വറുക്കുന്നതാണ് കേട്ടോ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഈ കറുപ്പ് കോട്ടിങ് നോൺ സ്റ്റിക്കിൽ പോയ പാത്രങ്ങൾ വറുക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ കാര്യത്തിന് കുഴപ്പമില്ല. അതിനകത്ത് ഞാൻ ഈ ഉലുവ മൂത്തതിന് ശേഷം നല്ല ജീരകവും കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തേക്കും. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ പൊടിച്ച് വെച്ചേക്കും. ഇതെൻ്റെ രുചിയുടെ ഒരു ടിപ്സാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കും. അപ്പം നിങ്ങൾ പറയും, ആ സിംഗു കൊള്ളാന്ന് പറയും. ഇനി ഞാൻ ചെയ്യുന്നത് മഞ്ഞപ്പൊടി, ചുവന്നുള്ളി, 2 പച്ചമുളക്, ഇച്ചിരി മോര് കാച്ചാനാ. ദേ ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി 2-3 വെളുത്തുള്ളി, ഇത്ര മോര് കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉറയൊഴിച്ച മോരാണ്. ഈ മോര് കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പം ആദ്യം ഞാൻ ഈ സാധനം പൊടിച്ച് മാറ്റി വെക്കും. ഇങ്ങനെ പോസ് ചെയ്ത് പിടിക്കണം. നീ സബോള അരിഞ്ഞോ മോളെ. ഉണ്ടോ? വറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലല്ലേ. ഇവിടെ നല്ല പിന്നെ ഫാമില്ലേ, പശുവിനെ വളർത്തുന്ന ഫാമിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല തൈര് കൊണ്ട് തരും, പാല് കൊണ്ട് തരും. ഞാൻ ഉറയൊഴിക്കും. ഈ അരപ്പിനകത്തോട്ട് ഇത് ഞാൻ ചേർക്കുവേ. ഇപ്പൊ ദിവസം ഇത് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ ഉപ്പ്, കല്ലുപ്പാണ് എടുക്കുന്നത്. എന്നിട്ട് സിമ്മിൽ കത്തിച്ചിടും. ചെറുതായി ഇളക്കി കൊടുക്കും ചൂടാക്കാൻ. അപ്പം ഞാൻ ഈ ഉലുവാപ്പൊടി ചേർക്കും കേട്ടോ. ഉലുവായും നല്ല ജീരകമുള്ള പൊടി ഇതിനകത്തോട്ട് ചേർക്കും. ഇതാണ് ഇതിന് സ്മെല്ല് കൊടുക്കുന്നത്. അങ്ങോട്ട് നീങ്ങി ചക്കരകളെ രുചിയായി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മനസ്സ് വേണം. നമുക്കത് രുചിയായി എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അപ്പോൾ അവരുടെ മുഖത്ത് സാധുവിടെ കഴിക്കുന്ന ഭക്ഷണം. ഇപ്പം ബോബനൊക്കെ എവിടെ ചെന്നാലും ഭക്ഷണം കഴിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ ഒരാഴ്ച നിൽക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. വേറെ മീരമൾക്ക് എങ്ങനെയാണ് ഇവിടെ നിന്നിട്ട്? അതന്നെ സത്യം പറ. ഞാനിതിപ്പോ കൈ വിടാതെ ഇതിങ്ങനെ ചൂടാകുമ്പോ ഇളക്കി കൊടുത്തോണ്ടിരിക്കും. തിളക്കരുതും. നിങ്ങൾ വേണം ഒരു നുള്ളു പഞ്ചസാര ഇട്ടോണേ. അപ്പം മോര് കാച്ചിനൊക്കെ രുചി കൂടത്തേ ഉള്ളൂ. പുളിയും ഉപ്പും എല്ലാം സമാസമം. നല്ല ഉലുവയുടെയും ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ സ്മെല്ലുമായി നല്ല രുചിയായിരിക്കും ഇത് കഴിക്കാൻ. അടിപൊളിയാ അടിപൊളിയാ അടിപൊളിയാ. മോര് റെഡിയായി. നല്ല ചൂടായപ്പോൾ മോര് റെഡിയായി. ഇപ്പം ഇനി നമ്മൾ ഇതിനകത്തോട്ട് വറതാളിക്കാൻ പോകുകയാണ്. ഉണക്കമുളക്, കറിവേപ്പില, താളിക്കാൻ പോവുകയാണ്. ഉലുവയും കടുകും അതിട്ട് പൊട്ടുമ്പോൾ മുളകും കറിവേപ്പിലയും. വരുമ്പോൾ ഇച്ചിരി മുളക് പൊടി ഇടും ഒരു ഭംഗിക്കായിട്ട്. ഇത്ര ഉള്ളത് ആരാവേ.
കഴിഞ്ഞു. ഇത് മൂടി വെച്ചേക്കണം, എങ്കിൽ ഈ സ്മെല്ലിനകത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത വേറെ കാണിച്ചു തരാവേ. മിക്സിയുടെ ജാറിൻ്റെ ഇനി ഞാൻ ചെയ്യാൻ പറയാ ബീഫ് ബിന്ദാലു വെക്കാൻ പോകണം. അതായത് വിനാഗിരി ഇറച്ചി, കൊച്ചിക്കാരുടെ. ഞാൻ ഇവരുടെ കോപ്പി അടിച്ച സംഗതിയാണ്. അപ്പം എനിക്കറിയാവുന്ന രീതിയിലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇത്രയും വെളുത്തുള്ളി വേണ്ട. നോക്ക് കാണി. ഇച്ചിരി കടുക്, പെരിഞ്ജീരകമുണ്ട്, നല്ല ജീരകമുണ്ട്, ചെറിയ ജീരകവും വലിയ ജീരകമുണ്ട്, പിന്നെ ഇച്ചിരി കുരുമുളക്, ദേ ഈ പൂ, ദേ ഈ സാധനം, ദേ ഈ കമ്മല് മൊട്ട്, ജാതിപത്രി അല്ലേ അത്. പിന്നെ എന്തൊക്കെയോ കുറവുണ്ട്. ഇത്രയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് പച്ചമുളക്, ഇച്ചിരി ചുവന്നുള്ളി, ഇഞ്ചി, പിന്നെ മുരിങ്ങ മരമില്ലേ കണിയിലുണ്ട്, മുരിങ്ങ മരമില്ലേ നമ്മുടെ മുരിങ്ങക്കോല് പിടിക്കുന്ന മുരിങ്ങ മരം, അതിൻ്റെ ശകലം തോല്, ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ഈ മിക്സിയിൽ വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കും. ആദ്യം നമുക്കിത് പൊടിച്ച് എടുക്കാം. ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ ഇതിന്, മഞ്ഞപ്പൊടി, എന്നിട്ട് വിനാഗിരി, ഉപ്പ്, ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ട ഇങ്ങനെ ഇരിക്കും. ഭയങ്കര എരിവാണ്, എരിവിറച്ചിയാണ് ശരിക്കും. വെള്ളമടിക്കാർക്കാണ് ഇത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുന്നത്. എണ്ണ ഒഴിച്ച് നമ്മൾ ഈ സബോള വഴറ്റാൻ പോവുകയാണ്. കുക്കറിലോട്ടല്ലേ പറഞ്ഞു തരാം, ഞാൻ അവരോട് പറയട്ടെ. ഇതിപ്പോൾ ഞാൻ വഴറ്റും, നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഈ അരപ്പും കൂടി ഇതിനകത്തോട്ടൊന്ന് വഴറ്റും. അതിനുശേഷം ഞാൻ ഇറച്ചി ഇതിനകത്തോട്ട് തട്ടും, നല്ല പെരട്ടി വെച്ച്. വെള്ളം ഒഴിക്കത്തില്ല, ശകലം കൂടെ നൈസായിട്ട് വിനാഗിരി കൂടെ ഒഴിച്ച് കൃത്യമായി അവിടെ മൂടി വെച്ചേക്കും. എന്നിട്ട് 1 or 2 വിസിലടിച്ചിട്ട് ഓഫാക്കും. ഇതിനകത്തിരുന്ന് മുഴുവൻ വേകരുത്. എന്നിട്ട് തുറന്ന് ചട്ടിയിലിട്ട് ഞങ്ങളിത് കറക്റ്റ് ചെയ്ത് വേവിച്ച് എടുക്കും. നല്ല പെരളനായിട്ടിരിക്കണം. ഒരിറച്ചി ചോറിൻ്റെ പുറത്ത് വെച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റാണ് ചക്കരകളെ, നല്ല രുചിയാണ്. നെയ്യുള്ള ഇറച്ചി വലിയ കഷ്ണം നോക്കി മുറിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത്ര വലിയ പീസായിരിക്കണം ഇറച്ചിക്ക്, ഇത്രയെങ്കിലും വേണം. ഉണ്ടോ, ബീഫ് ഇത്രയെങ്കിലും വലുത് വേണം. എനിക്കിന്ന് ബീഫ് ബിന്ദാല് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞതിൻ്റെ പേര് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുവാണ്. സബോള ഇതിനകത്ത് വഴന്നു കഴിഞ്ഞ് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റുവാണ്. കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നു. ബീഫ് ഇടുന്നു. വിനാഗിരിയാണ്, പെരിഞ്ജീരകം, കുരുമുളക് ഒരു ഉദ്ദേശത്തിന് തട്ടുക, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി വിനാഗിരി, ഇല്ല നാരങ്ങ നീരായാലും മതി. അങ്ങോട്ട് കുഴയ്ക്കുക. ഇതൊക്കെയാണ് ഞാൻ ചിക്കൻ മുറിച്ചാണ് എടുക്കുന്നത്. ഒരബദ്ധം പറ്റി. ഇത് കാണിക്കണം. ഇന്ന് പച്ചക്കറി ഒന്നും ഇല്ലേ? പച്ചക്കറി ഉണ്ട് ദാസ.
ഇന്ന് ഞാനിത് മെഴുക്ക് പുരട്ടുവാണ്. ബീട്രൂട്ട്, ബീട്രൂട്ട്. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. എൻ്റെ പാചകം കണ്ടില്ലെന്ന് നിങ്ങൾ പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു പെണ്ണ് ചെയ്യേണ്ടത്. വീഡിയോ പിടിക്കണം, പാചകം ചെയ്യണം, നിങ്ങളോട് ചിരിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. കരഞ്ഞുകൊണ്ട് വീഡിയോ പിടിച്ചാൽ എനിക്ക് കഴിയും. ഇപ്പം എനിക്ക് കഴിയാൻ വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വായി വെക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ താല്പര്യപൂർവ്വം ചെയ്യുകയാണ്. ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കൊടുക്കണം. സിന്താലു ശരിയായിക്കൊണ്ടിരിക്കുന്നു. സിന്താലു ശരിയായിക്കൊണ്ടിരിക്കുന്നു. അത് കുക്കറിൽ നിന്ന് മാറ്റി ഇതിനകത്തോട്ടാക്കി. ഇനി ഇത് പറ്റണം. വെജ്. ഓക്കെ. മോര് കാച്ചിയതും ഞങ്ങളുടെ ആലപ്പുഴക്കാർ ഒരു മോര് കാച്ചിയതും. ഇനി ഇന്നലത്തെ മീൻകറി മുളകിട്ട തിരിച്ചുണ്ട്. പോരെ, ഇന്നത്തേക്ക് മതിയല്ല. ചക്കരകളെ എന്നാണ്ട് വിശേഷം? എല്ലാവരും ചോറ് കറിയൊക്കെ വെച്ച് കഴിച്ചു കാണും. ഇവിടെ ഇല്ല, 12:30 1 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ ഇവിടെ. പിന്നെ ഒന്ന് മറിച്ചേരെ.